ഒരുപാട് പോഷക ഗുണമുള്ള എള്ള് വെച്ചിട്ടാണ് നമ്മളിന്ന് അവിൽ വിളയിച്ചുണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. നമുക്കിത് മെൻസസ്സൊക്കെ നിന്നിട്ടുള്ള സ്ത്രീകൾക്ക് ഓസ്റ്റിയോപൊറോസിസ്, അതായത് എല്ലുകളുടെ ബലക്കുറവ്, അതിന് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ചർമ്മ സംരക്ഷണം, മുടി കൊഴിച്ചിൽ, അകാല നര, ഇതൊക്കെ സ്റ്റോപ്പാക്കാൻ നമുക്ക് എള്ള് വളരെ ബെനിഫിറ്റാണുള്ള. പിന്നെ കാൽഷ്യം, പ്രോട്ടീൻ, സിങ്ക്, മാഗ്നീഷ്യം എന്നിവ ഒരുപാട് ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലുകൾക്ക് ബലക്കുറവുള്ളവർക്ക് ദഹനം മെച്ചപ്പെടുത്താൻ, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് എള്ള്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവിലെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 200 ഗ്രാം എള്ളാണ് എടുത്തിട്ടുള്ളത്. എള്ളിൻ്റെ അളവ് എപ്പോഴും കുറച്ച് മാത്രം മതി. അപ്പോൾ 1/2 കിലോ അവിലിന് 200 ഗ്രാം എള്ളെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് വറുത്തെടുക്കുക. നല്ലോണം കഴുകണം, അതിൽ നന്നായിട്ട് അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടി വരുന്ന സമയമാകുമ്പം എള്ള് റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എള്ള് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അത് മാറ്റി വെക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ സമയമൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്ത് വേണമെങ്കിൽ കുറച്ച് ദിവസമൊക്കെ, ഒരു 2 ആഴ്ചയൊക്കെ പുറത്ത് വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസമൊക്കെ ഇത് നമുക്ക് മാറ്റി വെച്ച് കഴിക്കാൻ പറ്റും. പിന്നെ നമുക്കിനി ആവശ്യമുള്ള സാധനം കടലയാണ്. അപ്പോൾ ഞാനിതിൽ 200 ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. വറക്കാത്ത കടല വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അത് തോലൊക്കെ കളഞ്ഞിട്ട് അത് മാറ്റി വെക്കാം. എള്ള് 200 ഗ്രാം, കടല 200 ഗ്രാം. പിന്നെ ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. തേങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് വരണം. ഇതൊരുപാട് റെഡ് കളർ ആവണ്ട, പക്ഷേ വെള്ളമൊക്കെ വറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ എള്ളും അവിലും നന്നായിട്ട് കേടാവാതെ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മാസങ്ങളോളം ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ വെള്ളം ഫുള്ള് വറ്റണം. അതിന് ശേഷം ഞാൻ ഒരു കരിപ്പട്ടി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. കരിപ്പട്ടി നമ്മൾ ഫുള്ളായിട്ട് എടുക്കണം. എള്ളിന് ചെറിയ കയ്പുള്ളത് കൊണ്ട് തന്നെ കരിപ്പട്ടി ഫുള്ളായിട്ട് എടുത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഈ വറുത്ത തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് വറ്റുമൊന്നും വേണ്ട കേട്ടോ, ചെറിയ തീയിൽ വേണം ഇടാൻ. തീ കൂട്ടി വെക്കാൻ പാടില്ല. നമ്മളിത് കടല ഇടുന്നതിന് മുൻപ് ഞാൻ എള്ളാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എള്ള് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കടലയും കൂടെ ആഡ് ചെയ്യുക. ഇത് വറ്റുമൊന്നും വേണ്ട, തീ കൂട്ടി വെക്കാനും പാടില്ല കേട്ടോ. ചെറിയ തീയിൽ അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ എള്ള് നന്നായിട്ട് വറുത്തതാണ്. ഇനി ഇതിലേക്ക് കടലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ലാസ്റ്റ് ഉള്ളത് നമുക്കിനി അവിലാണ് ഇതിലിടേണ്ടത്. അവിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് എള്ള് വറക്കുന്നതും കടല വറക്കുന്നതുമായിട്ടുള്ള സമയം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിതിൽ കരിപ്പട്ടി തന്നെ ഉപയോഗിക്കണം കേട്ടോ. ശർക്കര എടുക്കരുത്, കരിപ്പട്ടി തന്നെ ഉപയോഗിക്കണമെങ്കിൽ മാത്രമേ നമുക്കിതിനുള്ള ഗുണം കിട്ടുകയുള്ളൂ. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവിലാണ് ആഡ് ചെയ്യുന്നത്. അവിൽ 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അളവുകൾ കുറച്ച് കൂടുകയും കുറയുകയും ചെയ്ത് കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തപ്പോൾ അത് എനിക്കിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം നമുക്കൊരു മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ ഉപയോഗിക്കാനുണ്ടാവും. ഒരു ദിവസം ഒരു 3 സ്പൂൺ 4 സ്പൂണൊക്കെ കഴിച്ചാൽ മതി. ഈവനിങ് സ്നാക്സായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. എള്ളുള്ളത് കൊണ്ട് ചെറിയ കുട്ടികൾക്ക് നമ്മൾക്കിത് കൊടുക്കണ്ട. ഒരു 5 വയസ്സ് 4 വയസ്സൊക്കെയുള്ള കുട്ടികൾക്കിത് കൊടുക്കണ്ട. അല്ലാത്ത കുട്ടികൾക്കൊക്കെ ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാം. പക്ഷെ അവർക്ക് കൊടുക്കുമ്പോൾ അളവൊന്ന് കുറച്ച് കൊടുത്താൽ മതി. പിന്നെ ഇനി നമുക്ക് കർക്കിടക മാസമൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ബെനിഫിറ്റാണ്. പിന്നെ തടി കുറവുള്ളവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തടി മെച്ചപ്പെടും. പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കും, ഫാസ്റ്റായിട്ടല്ല കേട്ടോ. പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും സ്കിന്നിനും മുടിക്കും എല്ലിനും ഒക്കെ ബെനിഫിറ്റുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ടേക്ക് കെയർ.